ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പുറകെ വന്ന പൗലോസ് നിക്ഷിപ്തമായത് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് കൂടെ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞിരുന്ന അവര് ചെയ്തു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിമത്യക്കാരന് പറഞ്ഞിരുന്ന അരിമത്യക്കാരെ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം വെച്ചത് അവര് ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തെ നോക്കി നമ്മൾ ഓടിയാൽ നമ്മുടെ വിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ദൈവം വെച്ചത് അവിടെ ഇരിക്കും. നമ്മൾ അതും കൊണ്ട് ശവപ്പറമ്പിൽ അടിയും. ആമേൻ. അപ്പോ ശവപ്പറമ്പ് വീണ്ടും സമ്പന്നമാകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രിയരെ മനസ്സിലാക്കുക, ഈ നാളുകൾ ദൈവം അധികമായി നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിനുശേഷം നടന്ന എന്നാന്നറിയാമോ? ആ ഭാഗം വായിച്ചാൽ നമ്മൾ അതിശയപ്പെട്ടു. അതിനുശേഷം കർത്താവ് രണ്ടാമതും അവന്റെ കണ്ണി തൊട്ടു. അവൻ എന്നാ കിട്ടിയെന്നറിയോ? അവന് കാഴ്ച കിട്ടി. ആമേൻ. ചിലപ്പോ നമ്മുടെ ഒരു ഭൗതികമായ എന്തെങ്കിലും അനുഗ്രഹം തടയപ്പെടും. എന്തിനാ തടയണേന്നറിയാമോ കർത്താവ്? കുഞ്ഞേ, ഞാൻ നിങ്ങളൊരു ദർശനം പ്രാപിക്കാൻ, കർത്താവിന്റെ ദർശനം പ്രാപിക്കാൻ. ചിലപ്പോ നിങ്ങളുടെ ജോലിയുടെ മധ്യമായിരിക്കും കൊണ്ട വട്ടം കർത്താവിൻ്റെതായ ചുറ്റിക വരുന്നേ. എന്തിനാന്നറിയോ? കുഞ്ഞെ, നീ ഇതുപോലെ പോയ ഈ ജോലി എടുത്ത് നീ ഒരു ശവപ്പറമ്പിൽ അവസാനിക്കും. എന്നാൽ ചിലപ്പോ ദൈവം അവിടെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, നീ അവിടെ നിൽക്ക. അപ്പൊ നമ്മൾ കിടന്ന് കരയും. നമ്മൾ എങ്ങോട്ട് നോക്കും? ഇയാള് നോക്കിയതുപോലെ നേരെ മുകളിലോട്ട് നോക്കും. അപ്പൊ മനസ്സിലാകും, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്കൊരു വിഷനുണ്ട്. ആമേൻ. അതനുസരിച്ച് ജീവിക്കണം. അത് മനസ്സിലായി കഴിയുമ്പോ കർത്താവ് രണ്ടാമത് തൊടും. അതോടുകൂടി നമ്മുടെ പ്രശ്നവും മാറും. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞിട്ട് കർത്താവ് ചെയ്യുന്ന അടുത്ത കാര്യം എന്നാന്നറിയാമോ? ഇവിടെയാണ് അതിശയം. കർത്താവ് പറയാ അവനോട്, ഇനി നീ വന്ന ബെത്സയിദ പട്ടണമില്ലേ, ആ ഊരിലേക്ക് തിരിച്ചു പോകരുത്. ആ ഊരിലേക്ക് തിരിച്ചു പോകരുതെന്ന്. ഇവനിപ്പോ എന്നാ കിട്ടി? സൗഖ്യം കിട്ടി. ഇവന്റെ ദർശനവും മാറി. ഇനി നിന്റെ ആ പഴയ കമ്പനിയിലേക്ക് നീ തിരിച്ചു പോകരുത്. ആ പഴയ നാട്ടിലേക്ക് തിരിച്ചു പോകരുത്. പകരം പറയാണ്, നിന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. അപ്പൊ ഈ ബെത്സയിദ അല്ലായിരുന്നു അവന്റെ വീട്. ആ ഭാഗം ഒന്ന് വായിച്ചു സഹോദരൻ. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറി അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. താഴേക്ക്, നീ ഊരിൽ കടക്ക പോലും അരുത്. നീ ഊരിൽ കടന്നു വന്ന, ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന പട്ടണമില്ലേ, അവിടെ നീ ഇനി കടക്കുക പോലും അരുത്. വിഷനില്ലാത്ത, ദർശനമില്ലാത്ത, നിന്നെ കണ്ണിനെ കുരുടാക്കുന്ന അവിടെ നീ കടക്കുക പോലും അവരുത്. അവിടെ നിന്ന് ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവന്നേ. ദൈവം ആരോടോ സംസാരിക്കുന്നു. അവിടെ നിന്ന് ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവന്നേ. അവിടെ നീ കടക്കുക പോലും അരുത്. പിന്നെ പറയാണ്, എന്ന് അവൻ പറഞ്ഞു. അവനെ വീട്ടിലേക്ക് അയച്ചു. അവൻ എങ്ങോട്ട് അയച്ചു? അപ്പൊ അവന്റെ വീടല്ലായിരുന്നു അവിടെ. ആ പട്ടണത്തിന്റെ ഉള്ളല്ലായിരുന്നു അവന്റെ വീട്. ആ പട്ടണത്തിന്റെ ഉള്ളിലല്ലായിരുന്നു അവന്റെ വീട്. അവനെ ദൈവം ആക്കി വെച്ചിരുന്നത് അവിടെയല്ല. മനസ്സിലായോ? അവന് ദൈവം കണ്ടിരുന്ന സ്ഥലം വേറെയാണെന്നേ. മനസ്സിലായോ? ദൈവം അവനെ അങ്ങോട്ട് അയച്ചു. മനസ്സിലായോ? ദർശനം പ്രാപിച്ചതിന് ശേഷം ദൈവം അവനെ പറഞ്ഞു, ഇനി മേലിൽ ആ പട്ടണത്തിലേക്ക് നീ മടങ്ങി പോകരുത്. പകരം എന്നിട്ട് അവനെ വീട്ടിലേക്ക് അയച്ചു. ദൈവം അവന് നിയമിച്ചാക്കിയ സ്ഥലത്തേക്ക് അവനെ അയച്ചു. മനസ്സിലായോ? ആമേൻ. ദർശനം ലഭിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം നിയമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. ഈ കണ്ണ് ഇപ്പോൾ നെഞ്ചത്ത് വന്നിരിക്കുകയാണെങ്കിൽ കണ്ണിനോട് പറയും, കണ്ണേ, ദർശനം കിട്ടിയോ നിനക്ക്? കിട്ടി. എന്താണ്? ഞാൻ ഇരിക്കേണ്ട സ്ഥലം ഇവിടെ അല്ല. പിന്നെ എവിടെയാണ്? ഞാൻ തലയുടെ തൊട്ട് മുകളിൽ താഴെ പോയി ഇരിക്കണം. അവിടെ എനിക്ക് വേണ്ടി ഒരു കുഴി വെച്ചിട്ടുണ്ട്. എങ്കിൽ നീ അവിടെ പോയിരുന്നു. കറക്റ്റ്. കണ്ണ് അവിടെ എത്തി. മനസ്സിലാവുന്നുണ്ടോ? ഓരോ അവയവങ്ങൾക്ക് ഓരോ സ്ഥാനം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദർശനം ലഭിച്ചു കഴിയുമ്പോൾ ദൈവം അവനവന് ഒരുക്കിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയല്ല, ദൈവം നമ്മളെ കൊണ്ടുപോകും.
മനസ്സിലായോ? ദൈവം നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് ഇടയാകും. പ്രിയരെ, ഈ എന്തിനാ ദൈവം കൊണ്ടുപോകണമെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ വലിയൊരു നിക്ഷേപം ദൈവം വെച്ചിട്ടുണ്ട്. ഈ നിക്ഷേപം അവിടെ ഇറക്കാനുണ്ട്. ആമേൻ. നിക്ഷേപം അവിടെ ഇറക്കാനുണ്ട്. പൗലോസ് തന്റെ സുവിശേഷീകരണം 3 മിഷണറി യാത്ര നടത്തിയപ്പോൾ അതിൽ ഒരു മിഷണറി യാത്രയിൽ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുമ്പോ രാത്രി ദർശനത്തിൽ ഒരു മക്കതോനിയക്കാരൻ നിന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോ പൗലോസ് മനസ്സിലാക്കി, ദൈവം എന്നെ മക്കതോനിയയിലേക്ക് അയക്കുകയാണ്. മനസ്സിലായോ? മക്കതോനിയയിലേക്ക് കടന്നുപോയി അവിടെ അനുഗ്രഹമായ സുവിശേഷീകരണം, ഫിലിപ്പിയിലും എല്ലാ ഭാഗങ്ങളിലും അനുഗ്രഹീതമായ സുവിശേഷീകരണം അവിടെ നടക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയരെ, എന്നെയും നിങ്ങളെയും ഓരോ സ്ഥലങ്ങളിൽ കർത്താവ് ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ ചെല്ലാത്തത് കൊണ്ട് അവിടെ എംപ്റ്റിയാ. അവിടെ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവർ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിനുള്ള കാര്യങ്ങൾ ലൈച്ചു പേറിന്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ ഷൈൻ സിസ്റ്ററിന്റെ ഉള്ളിലും ഫിലിപ്പേറിന്റെ ഉള്ളിലും ഷാജി പേറിന്റെ ഉള്ളിലും ഓരോരുത്തരുടെ ഉള്ളിലും വെച്ചിരിക്കുകയാണ് ദൈവം. ഇത് നമ്മൾ ഇറക്കണം. ഇതും കൊണ്ട് നടക്കരുത്. പക്ഷെ ഇത് നമ്മൾ ഇറക്കാതിരിക്കുവാൻ നമ്മുടെ സമയം ദുഷ്ടൻ മോഷ്ടിക്കും. സമയം എന്ന കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ, സമയം ഒരു കറൻസിയാണ്, സമയം എന്ന കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നേടാൻ പറ്റുള്ളൂ. സമയം എന്ന കറൻസി കൊണ്ട് നമുക്ക് താൽക്കാലിക ജീവൻ ഇവിടെ നിന്ന് നേടാം. സമയം എന്ന കറൻസി കൊണ്ട് നമ്മുടെ നിത്യമായ ജീവന് എന്നേക്ക് സ്വർഗത്തിലും നേടാം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന എന്നാണെന്നറിയാമോ? ഒരു ഷിപ്പ, ഒരു കപ്പല. ഇത് ഇന്നത്തെ വിശ്വാസിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇന്നത്തെ വിശ്വാസിയുടെ ചിത്രം. ഇപ്പൊ ഈ കപ്പൽ എവിടെ കിടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കടലില. പക്ഷേ എന്തിനോട് കെട്ടിയിട്ടിരിക്കുകയെന്നറിയാമോ? കരയോട് ചില കയറുകൾ വഴി ഇത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കെട്ടിക്കിടക്കാനാണോ ഈ കപ്പലിന്റെ ഉടമസ്ഥൻ ഈ കപ്പലിനെ നിർമ്മിച്ചത്? ആണോ? പിന്നെ എന്തിനായിരിക്കും? ഈ കപ്പലിന്റെ ഉടമസ്ഥൻ ഈ കപ്പലിനെ നിർമ്മിച്ചത് ഇങ്ങനെ കെട്ടിക്കിടക്കാനല്ല. പകരം ഈ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന ചരക്കുകളും ഈ കപ്പലിന്റെ മുകളിൽ കയറ്റി ഈ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കൊണ്ടാതെ ഇറക്കണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അതിന് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടല്ലേ? അതിന് ചിലപ്പോൾ കര കാണാത്ത കടലിലൂടെ, കൊടുങ്കാറ്റിലൂടെ, ഇല്ല തിരമാലയിൽ ഇളങ്ങുന്നതിലൂടെ എല്ലാം പോകേണ്ടതായിട്ട് ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്കെപ്പോഴും ഇഷ്ടം എന്താ? കരയിലാണോ? കരയിലല്ല. ലോകമക്കളാണോ? അല്ല. രക്ഷിക്കാൻ പറ്റോ? അതെ, ദൈവരായിട്ടില്ല. പക്ഷെ കെട്ടെവിടെയാ? ഇപ്പോഴും കരയുമായിട്ട് തന്നെയാ കെട്ട്. മനസ്സിലായോ? കരയുമായിട്ട് തന്നെ കെട്ട്. എന്തുകൊണ്ടാ പോകാൻ പറ്റാത്തത്? പോകാൻ പറ്റാത്തത് എന്റെ കരയുമായുള്ള കെട്ട്. പക്ഷെ ദൈവം ഒരു നിമിഷം കൊണ്ട് ഈ കെട്ടുപൊട്ടിക്കും. അന്ന് ആരൊക്കെ പിടിച്ചാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആരൊക്കെ പിടിച്ചാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, അയ്യോ എന്നെ വിട്ടു പോയേ എന്ന് പറയത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ ദൈവത്തിന് ഇങ്ങനെ കെട്ടിക്കിടക്കാനല്ല ഈ കപ്പൽ ഉണ്ടാക്കിയത്. കരയിൽ കെട്ടിക്കിടക്കാനല്ല. നമ്മളിങ്ങനെ ലോകത്തോട് പിടിച്ച് ഇങ്ങനെ പറ്റിക്കിടക്കാനല്ല ദൈവം നമ്മളെ രക്ഷാനുഭവത്തിൽ കൊണ്ടുവന്നത്. ആമേൻ. ഹല്ലേലൂയ. പിന്നെ എന്തിനാണെന്നറിയാമോ? നോക്കിയേ, ഈ കപ്പലിന്റെ ഉടമസ്ഥൻ ഈ കപ്പലിന്റെ ഉള്ളിൽ ധാരാളം ചരക്കുകൾ കയറ്റി വെച്ചിരിക്കുകയാ. ഈ ചരക്ക് കൊണ്ട് ഈ കടല് കണ്ണ് കാണത്തില്ല, കര കാണത്തില്ല, കൊടുങ്കാറ്റടിക്കും, വളരെ റിസ്ക് ഉണ്ട്. എങ്കിലും ഈ ചരക്ക് കൊണ്ട് ഈ കപ്പൽ പോണം. എന്തിനാണെന്നറിയാമോ? എങ്ങോട്ടേക്കാണെന്നറിയാമോ? തോന്നിയോണത്തേക്കല്ല. ഈ കപ്പലിനൊരു വിഷനുണ്ട്. ഇതിനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പലിന്റേതായ ഏത് പാത്തിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാത്തിലൂടെ അതിന്റെ ദർശനത്തിലേക്ക് അത് പോകണം. ഇന്ന ചൈനയിലെ ഇന്ന തുറമുഖത്താണെങ്കിൽ ആ തുറമുഖത്തിലേക്ക് പോകണം. ഡൽഹിയിലെ ഇന്ന ഭാഗത്താണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. ദുബായിലെ ഇന്ന ഭാഗത്താണെങ്കിൽ അത് ആ ഭാഗത്തേക്ക് പോകണം. എങ്ങോട്ടാണോ അതിനോട് പോകാൻ പറഞ്ഞ് ആ ഷിപ്പ് അത് പ്രകാരം അതിന്റെ ക്യാപ്റ്റൻ ഓടിച്ച് ഇതിൽ കയറ്റി വെച്ചിരിക്കുന്ന സകല ലോഡും അത് അൺലോഡ് ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, എന്തിനു മുമ്പാന്നറിയാമോ? ഒരിക്കൽ ഈ കടലിൽ തന്നെ ഇത് അവസാനിക്കും.
അമ്മേ, ഇതിനൊരു എക്സ്പയറി പീരീഡ് ഉണ്ട്. അമ്മേ, ഒന്നില്ലെങ്കിൽ കരയിൽ കയറ്റിയിടും, അല്ലെങ്കിൽ കടലിൽ അവസാനിക്കും. ഞാനും നിങ്ങൾ ഇതുപോലെ നമ്മുടെ ശരീരം ഒന്നില്ലെങ്കിൽ ലോകത്ത് തന്നെ അവസാനിക്കാൻ പോവാം. അമ്മേ, ഈ ശരീരം അവസാനിച്ചാൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ശരീരമാണ് ഈ ലോകത്ത് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് തരുന്നത്. അമ്മേ, ശരീരമില്ലെങ്കിൽ ലൈസൻസ് ഇല്ല. അമ്മേ, യേശു കർത്താവ് സാക്ഷാൽ ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഒരു ലൈസൻസ് വേണ്ടി വന്നു. നീ എനിക്കായി ഒരു ലൈസൻസ് ഒരുക്കിയിരിക്കുന്നല്ലോ, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഇന്ന് കർത്താവിന് ഈ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ കർത്താവ് മാറി, കർത്താവ് പകരം നമ്മൾ അന്വേഷിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു ശരീരമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഉള്ളിൽ ഇന്ന് തന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ച് കർത്താവ് പ്രവർത്തിക്കുകയാണ്. പ്രിയരെ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സ്വർഗത്തിന്റെ വലിയ ധനം ദൈവം വച്ചിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തി, ആമേൻ. ഇത് അവിടെ കൊണ്ട് ഈ ശമത്തേരിയിൽ അവസാനിക്കാനല്ല, പകരം ഈ ഭൂമിയിൽ നാം ഇറക്കണം. നിങ്ങളുടെ എല്ലാം ഉള്ളിൽ 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 അനേക നിക്ഷേപങ്ങൾ വെച്ചിട്ടുണ്ട്, അനേക നിക്ഷേപങ്ങൾ വെച്ചിട്ടുണ്ട്. ആമേൻ. ഈ നിക്ഷേപങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ നിക്ഷേപം നമ്മൾ വെളിയിലിറക്കണം. ആമേൻ, വെളിയിലിറക്കണം. പല പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും പിശാച് കൊണ്ടുവരും, എങ്കിലും ദൈവം നമുക്ക് തുണയാ. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, ദൈവം നമ്മളിലൂടെ അത് ചെയ്യിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് യേശുവിന് പല പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്ത് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? തന്നിൽ നിക്ഷേപിച്ച പ്രവൃത്തി കർത്താവ് ചെയ്തു. പൗലോസിന് പല പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. പല പട്ടണങ്ങളിലും തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, പല പട്ടണങ്ങളിലും തന്നെ കല്ലെറിഞ്ഞു, പലയിടത്ത് അടികൊണ്ടു. എങ്കിലും ആ ദൈവദാസൻ നിൽക്കുവാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം വീണ്ടും മുൻപോട്ട് കടന്നുപോയി. തന്നിൽ നിക്ഷേപിച്ചത് പൂർണ്ണമായും അദ്ദേഹം ഈ ലോകത്തിറക്കി. ഇന്ന് എന്നിലും നിങ്ങളിലും ധാരാളം ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ആ വെള്ളത്തിൽ, ലോകമാകുന്ന ഈ സാഗരത്തിൽ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ മുകളിൽ, നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവമാകുന്ന യജമാൻ എന്തെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ടോ അത് ഈ ഭൂമിയിൽ നാം ഇറക്കണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനമെടുക്കുന്നുവോ? എങ്കിൽ ആ തീരുമാനത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആമേൻ. എനിക്ക് കർത്താവ് തന്ന അളവിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുവാൻ മാത്രമേ പറ്റൂ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ വളരുമാറാക്കുന്ന ഞാനല്ല, വളരുമാറാക്കുന്ന ദൈവമാണ്. നിങ്ങൾ വളരണമെങ്കിൽ ദിവസവും കർത്താവിന്റെ സന്നിധി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഒരുപക്ഷെ ഭാരമുള്ളവരായിരിക്കും, ജോലി കൂടുതലുള്ളവരായിരിക്കും, ഉറക്കം കുറഞ്ഞവരായിരിക്കാം, കാര്യങ്ങളെല്ലാം ശരി തന്നെ. എങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ദൈവം വളരുമാറാക്കും. ആമേൻ, ദൈവം വളരുമാറാക്കും. ദൈവം അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കർത്താവ് നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ എനിക്ക് കർത്താവ് കാണിച്ചു തന്നെ ഈ ഒരു പുസ്തകം മാത്രമല്ല, അനേക പുസ്തകങ്ങൾ എൻ്റെ ഉള്ളിൽ തികഞ്ഞ് തിളച്ചു വരികയാണ്. പക്ഷെ എൻ്റെ ഒറ്റ പ്രശ്നം, സമയത്തിന്റെ കുറവ്. ആമേൻ. ഇന്നലെ ഒരു പ്രവാചകൻ റാസൽ ഗെയിമിൽ വന്നിട്ട് വിളിച്ചു പറയുക, നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കൃപയ്ക്ക്, സദസ്സിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുക, നിന്റെ ഉള്ളിൽ വെച്ച് കൃപയ്ക്ക് അധ്വാനിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൗതികമായ ദുരിതങ്ങൾ നിന്റെ മേൽ ഇട്ടിട്ട് ഞാൻ നിന്റെ അകത്ത് വെച്ചിട്ടുള്ള വിഷയങ്ങൾ പുറത്തിറക്കുക പറ്റാത്ത രീതിയിൽ നിന്നെ മുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ മറച്ചു വെച്ച പല അഭിഷേകവും നിനക്ക് ഞാൻ തരാൻ പോവുക. ഇതിനെ തകർത്തുകൊണ്ട് നീ മുന്നേറാൻ പോവുക. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു. കാരണം കർത്താവിന്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ദൈവദാസന്മാർ വന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ വിശ്വാസമാണ്. ആമേൻ, ഹല്ലേലൂയ. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു എന്തിന്റെ വിഷയമാ? ബിസിനസിന്റെ വിഷയങ്ങൾ ഇട്ട് ഈ സഹോദരങ്ങൾ അവിടെയുള്ളവരെല്ലാം കേട്ടോണ്ടിരിക്കുകയാ, നിന്നെ തളർത്തുകയാ. എനിക്കൊരു ബിസിനസ് ഉണ്ടെന്നോ ഞാൻ ആരാന്നോ എന്തെന്നോ പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. അപ്പോൾ പ്രിയരെ, പക്ഷെ എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങളെ ഉപയോഗിക്കാൻ കർത്താവ് പോവുകയാ. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, വിഷന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. വിഷന്റെ ഇമ്പോർട്ടൻസ് കർത്താവേ അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്നു. ദർശനമില്ല എങ്കിൽ ജനം നശിക്കും. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ദർശനമില്ലാത്തവൻ നശിക്കും. മൃഗം ജീവിക്കുന്നത് കാഴ്ചയാലാണ്. ഞാൻ ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല,